പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവശാസ്ത്രത്തിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ ക്ലാസ് അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ആവറി ഡള്ളസ് എന്ന് പറയുന്ന സഭാവിജ്ഞാനീയ ദൈവശാസ്ത്രജ്ഞൻ്റെ സഭകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സഭയെക്കുറിച്ചുള്ള വിവിധ മോഡലുകൾ, സഭയുടെ മാതൃകകൾ അവതരിപ്പിച്ചുകൊണ്ട് സഭാവിജ്ഞാനീയത്തെ വിശദീകരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ അടിസ്ഥാനത്തെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുപോയി. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആദിമസഭയുടെ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ സഭയുടെ ഇന്ന് വരെയുള്ള വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ദൈവശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ പല മാതൃകകളും ഉപമകളും പ്രതിച്ഛായകളും പ്രതിരൂപങ്ങളുമൊക്കെ ഉപയോഗിച്ചിരുന്നു. ദൈവജനത്തെ അല്ലെങ്കിൽ സഭയെ ചിത്രീകരിക്കുവാനായി ഈശോ തന്നെ ഒത്തിരിയേറെ ഉപമകൾ പറയുന്നുണ്ട്. അതുപോലെ ആധുനിക ദൈവശാസ്ത്രജ്ഞനായ പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ ആവറി ഡള്ളസ് 6 മാതൃകകൾ അല്ലെങ്കിൽ സഭയുടെ 6 മാതൃകകൾ പറഞ്ഞുകൊണ്ട് സഭയെ വിശദീകരിക്കാൻ, ഒന്നുകൂടി മനസ്സിലാകുന്ന വിധം ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ മാതൃകയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സഭയൊരു സ്ഥാപനമാകുന്നു എന്നുള്ളത്. അടുത്തതായിട്ട് അദ്ദേഹം പറയുക, സഭ ഒരു മൗലിക കൂട്ടായ്മയാണ്. അവിടെ ഈ മൗലിക കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നതോടൊപ്പം തുടർന്ന് സഭയൊരു കൂദാശയാണെന്നും സഭ സന്ദേശവാഹകയാണെന്നും സഭ ശുശ്രൂഷകയാണെന്നും സഭ ശിഷ്യന്മാരുടെ സമൂഹമാണ്. ഇങ്ങനെ 6 മോഡലുകൾ അല്ലെങ്കിൽ സഭയുടെ മാതൃകകൾ അവതരിപ്പിച്ചുകൊണ്ട് ഓരോ മാതൃകകളിലും പ്രത്യേകമായ വിശദീകരണങ്ങൾ അദ്ദേഹം നൽകുകയാണ്. സഭയുടെ വിവിധ വശങ്ങൾ പല ആംഗിളിലൂടെ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും സഭ ഒരു മൗലിക കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ മിസ്റ്റിക്കൽ ബോഡി എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ സഭയെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ടുണ്ട്, സഭ ക്രിസ്തുവിൻ്റെ മൗലിക ശരീരമാണ് എന്ന്. ഇവിടെ മിസ്റ്റിക്കൽ മൗലിക കൂട്ടായ്മ അല്ലെങ്കിൽ മിസ്റ്റിക്കൽ കമ്മ്യൂണിയൻ എന്നാണ് ആവറി ഡള്ളസ് പറയുക. പൗലോസ്ലീഹയുടെ ആശയം അദ്ദേഹം ഉൾക്കൊള്ളുന്നുണ്ട്. സഭ ക്രിസ്തുവിൻ്റെ മൗലിക ശരീരമാണ്. അതിനെ ഒന്നുകൂടി വിശാലമായി മിസ്റ്റിക്കൽ കമ്മ്യൂണിയൻ, മൗലിക കൂട്ടായ്മ ആണ് സഭയെന്ന് ആവറി ഡള്ളസ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ സഭ ക്രിസ്തുവിൻ്റെ മൗലിക ശരീരമാണെന്നുള്ള ആശയം ഒന്നുകൂടി സഭയുടെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സഭ മൗലിക ശരീരമാണെന്ന് പറയുന്നതോടൊപ്പം 20-ാം നൂറ്റാണ്ടിൽ സഭ ദൈവജനമാണ് എന്നുള്ള ആശയത്തിനും ഒരുപാട് പ്രാധാന്യം ലഭിച്ചു. അപ്പം മൗലിക ശരീരമാണതോടൊപ്പം തന്നെ ദൈവജനമാണ് എന്നുള്ള ആശയം, ഈ 2 ആശയങ്ങൾ, പ്രത്യേകിച്ച് ഈ 2 ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് യുവസ് ഖൊങ്കാർ എന്ന് പറയുന്ന പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞൻ, ഖൊങ്കാർ നമുക്കറിയാം 2-ാം വത്തിക്കാൻ കൗൺസിലിൽ സഭാപിതാക്കന്മാരോടൊപ്പം ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒത്തിരിയേറെ നല്ല ആശയങ്ങൾ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിലും ആ കൗൺസിലിൽ ആകമാനം അദ്ദേഹത്തിന് ഒരുപാട് ആശയങ്ങൾ വന്നതാണ്. ഈ യുവസ് ഖൊങ്കാർ എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ ദൈവശാസ്ത്രജ്ഞൻ ഈ 2 ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതോടൊപ്പം 2-ാം വത്തിക്കാൻ കൗൺസിലിലെ ജനതകളുടെ പ്രകാശം എന്ന് പറയുന്ന പ്രമാണരേഖയിൽ സഭ ദൈവജനമാണ് എന്ന് നിർവചിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം 50 വർഷങ്ങൾ കഴിഞ്ഞു. അത് പൂർത്തീകരിക്കപ്പെട്ടതിൻ്റെ 50 വർഷങ്ങളായി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ സഭ ദൈവജനമാണ് എന്നുള്ള ആശയം, ദൈവജനത്തിന്, സഭയിലെ അൽമായർക്ക് വലിയ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയം സഭാപിതാക്കന്മാരുടെ എല്ലാം മനസ്സിലും ചിന്തയിലും പ്രവർത്തനങ്ങളിലും എല്ലാം ഉണ്ട്. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ ആശയത്തെ ഒന്നുകൂടി പ്രായോഗികമാക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്. അതേ തുടർന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന ഈ 2 പ്രതിച്ഛായകളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഈശോ തന്നെ അല്ലെങ്കിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ
നമ്മൾ കാണുന്ന ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണെന്നും ദൈവജനത്തിൻ്റെ കൂട്ടായ്മയാണ് എന്നും പറയുന്ന ഈ ആശയങ്ങളെ രണ്ടിനെയും കൂടി ഒന്നിപ്പിച്ചുകൊണ്ടാണ് ആവറിലുള്ള സഭ ഒരു ഭൗതിക കൂട്ടായ്മയാകുന്നു എന്ന് വിശദീകരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക, സഭ കൂട്ടായ്മയാണ് എന്ന് പറയുമ്പോൾ അവിടെ ദൈവജനം തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. സഭയിലെ അംഗങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? അവരാരാണ്? പരസ്പരം സഹോദരീ സഹോദരങ്ങൾ. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുക, ദൈവവുമായി ഈ ദൈവജനത്തിന് എന്ത് ബന്ധമാണുള്ളത്? ഒരു ഭരണാധികാരി, ഒരു ശക്തനായ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ജനങ്ങളെ എന്ത് ചെയ്യുന്നു? ആ രീതിയിലാണോ ദൈവത്തിൻ്റെ ജനത്തോട് പെരുമാറുന്നത്? ദൈവവുമായി മനുഷ്യനുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധം, പിതാവായും അല്ലെങ്കിൽ കാരുണ്യനിധിയായി, സ്നേഹിക്കുന്നവനായി, കരുണ കാണിക്കുന്നവനായി, ക്ഷമിക്കുന്നവനായി എല്ലാം ദൈവത്തെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ദൈവവും ദൈവജനവുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ദൈവജനം പരസ്പരമുള്ള ബന്ധം, അത് വിശദീകരിക്കുവാനായിട്ട് അവരുടെ ആഗ്രഹിക്കുകയാണ്. മറ്റ് സ്ഥാപനങ്ങൾ പോലെ, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ പോലെ, സംഘടനകൾ പോലെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ഭരണാധികാരിയും ജനവും പോലെയുള്ള ഒരു ബന്ധമല്ല ദൈവവും ദൈവജനവും തമ്മിലുള്ളത്. അതിലും ആഴത്തിലുള്ള ബന്ധം, അടിസ്ഥാനപരമായ ബന്ധം, അപ്പനും മക്കളും പോലെ, സഹോദരങ്ങൾ പോലെ ഒന്നു ചേർന്ന് ജീവിക്കുന്ന ഒരു കുടുംബം പോലെ ആയിരിക്കുന്ന ആ ആഴമായ ആത്മീയ ഭൗതിക ബന്ധം സഭാമക്കൾ തമ്മിലും അതോടൊപ്പം ദൈവവുമായിട്ടുണ്ട് എന്ന് അവരുടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ബന്ധം നമുക്കറിയാം, ആ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകുന്നത്, ഈ ബന്ധം ഇന്ന് സഭയിൽ നിലനിൽക്കുന്നത് സഭയിലെ പ്രാർത്ഥനകളിലൂടെയും വിശുദ്ധ കുദാശകളിലൂടെയുമാണ്. സഭ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, അനുദിനം പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധം, മനുഷ്യന് ദൈവവുമായി ബന്ധപ്പെടാനുള്ള അവസരമെന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങൾ. അതോടൊപ്പം വിശുദ്ധ കുദാശകളിലൂടെ സഭ ദൈവജനത്തിന് യേശുവിനെ തന്നെ നൽകുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ, ഈ ദൈവിക രഹസ്യങ്ങൾ നൽകുകയാണ്. അതനുഭവിക്കുവാൻ, അല്ലെങ്കിൽ ഈശോയെ ഇന്ന് നേരിട്ട് കണ്ടെത്തുവാനും അനുഭവിക്കുവാനുമുള്ള അവസരം നൽകുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാർത്ഥന, ഈ ആത്മീയ ശുശ്രൂഷകൾ, വിശുദ്ധ കുദാശകളുടെ ആചരണം, വിശുദ്ധ കുർബാന ഏറ്റവും പ്രത്യേകമായിട്ട്, ഇതിലൂടെയൊക്കെ ദൈവജനത്തിന് ഈ ദൈവത്തെ അനുഭവവേദ്യമായിട്ട് തീരുകയാണ്. ഈ ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. ഈ ബന്ധത്തെ പ്രായോഗികമാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റേതായ അർത്ഥത്തിൽ അനുഭവിക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കുന്നത് ഈ പ്രാർത്ഥനയുടെയും കുദാശകളുടെയും ഒക്കെ നിമിഷത്തിൽ. ആ ഒരു മാർഗം കൂടെയുണ്ട്. മറ്റ് പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും പോലെയല്ല. ഇതിനുവേണ്ടി ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുദാശകളിൽ പങ്കെടുക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. അത് അനുഭവവേദ്യമാകുന്ന നിമിഷങ്ങളാണ്. ഈ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം പ്രായോഗിക ജീവിതത്തിൽ അനുഭവമാകുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥനയുടെയും കുദാശകളുടെയും നിമിഷങ്ങൾ. വീണ്ടും അവരുടെ സഭയെക്കുറിച്ച് പറയുക, സഭ ഒരു കുദാശയാകുന്നു, സാക്രമെൻറ്റ്. 7 കുദാശകളെന്ന് നമുക്കറിയാം. മാമോദീസ മുതൽ തിരുപ്പട്ടം വരെയോ അല്ലെങ്കിൽ രോഗീലേപനം വരെയോ ഉള്ള കുദാശകൾ 7 അത് സഭ പ്രത്യേകമായ ലക്ഷ്യത്തിനു വേണ്ടി യേശു നമുക്കായി സഭയിലൂടെ നൽകിയിരിക്കുന്നത്. എന്നാൽ സഭ തന്നെ ഒരു കുദാശയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതെന്താണ് അർത്ഥമാക്കുക? വിശുദ്ധ സിപ്രിയാൻ, വിശുദ്ധ അഗസ്റ്റിൻ മുതലായ സഭാപിതാക്കന്മാർ, വിശുദ്ധർ സഭയെ ഒരു കുദാശയായി അവരുടെ പുസ്തകങ്ങളിലും അവരുടെ ദൈവശാസ്ത്ര വിചിന്തനങ്ങളിലുമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിപ്രിയാനും അഗസ്റ്റിനും സഭയെ ഒരു കുദാശയായിട്ട് വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ, 20-ാം നൂറ്റാണ്ടിൽ പ്രത്യേകമായി പല ദൈവശാസ്ത്രജ്ഞന്മാരും, പ്രസിദ്ധരായ ഹെൻറി ലൂബാക്ക് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ, ഖാൾ റാനർ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ, ഓട്ടോം സെമ്മർലോത്ത് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ, എഡ്വേർഡ്സ് കില്ലബെക്സ് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ, ഖൊങ്കാർ, ഈ ദൈവശാസ്ത്രജ്ഞന്മാരെല്ലാം ഈ ആശയത്തെ എടുത്ത് അവതരിപ്പിച്ച ആളുകളാണ്.
കൊങ്കാറിൻ്റെയും സ്കെല്ലബെക്സിൻ്റെയും ലുബാക്കിൻ്റെയും ഒക്കെ പുസ്തകങ്ങളിലും വിചിന്തനങ്ങളിലും ദൈവശാസ്ത്ര വീക്ഷണങ്ങളിലുമൊക്കെ സഭയെ ഒരു കുദാശയായി അവതരിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആവറി ഡള്ളസ് ഈ ഒരു ആശയം പറയുമ്പോൾ മറ്റ് പ്രസിദ്ധരായ ആധുനിക കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധരായ ദൈവശാസ്ത്രജ്ഞന്മാരും ഈ ആശയങ്ങൾ പറഞ്ഞു വയ്ക്കുവാനായിട്ട് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധരായ എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും പ്രത്യേകിച്ച് എക്ലേസിയോളജി അല്ലെങ്കിൽ സഭാവിജ്ഞാനീയം പഠിപ്പിച്ച അത് വിശദീകരിച്ചു തന്ന എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ഈ ഒരു ആശയം പറയുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. സഭ ഒരു കുദാശയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ സഭയെ ഒരു കുദാശയായി ഒരടയാളമായി പല സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ലൂമൻ ജെൻസിം എന്ന് പറയുന്ന ജനതകളുടെ പ്രകാശം എന്ന് പറയുന്ന പ്രമാണരേഖയിൽ 1-ാമത്തെ നമ്പറിലും 9-ാമത്തെ നമ്പറിലും 49-ാമത്തെ നമ്പറിലും എടുത്തു പറയുന്നതോടൊപ്പം ഗൗഡിയം എക്സ്പ്രസ് എന്ന് പറയുന്ന പ്രമാണരേഖയിൽ 45-ാം നമ്പറിലും ഈ കാര്യം വളരെ വിശദമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ജനതകളുടെ പ്രകാശം എന്ന് പറയുന്ന പ്രമാണരേഖയിലും സഭ ആധുനിക ലോകത്തിൽ എന്ന് പറയുന്ന പ്രമാണരേഖയിലും ഈ കാര്യങ്ങൾ വിശദമായിട്ട് എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലൂമൻ ജെൻസിയും 1-ാമത്തെ നമ്പറിൽ ഇപ്രകാരം പറഞ്ഞു വച്ചിട്ടുണ്ട്: സഭ മിശിഹായിൽ ദൈവത്തോടുള്ള ഗാഢമായ ഐക്യത്തിൻ്റെയും മനുഷ്യകുലം മുഴുവനോടുമുള്ള ഐക്യമത്യത്തിൻ്റെയും കൂദാശയും അഥവാ അടയാളവും ഉപകരണവും തന്നെ ആയതുകൊണ്ട് ഗതകാല സൂനകദോസുകളുടെ സംവാദത്തിൽ ചുവട് പിടിച്ച് തൻ്റെ സ്വഭാവത്തെയും സാർവജനീയമായ ദൗത്യത്തെയും സകല വിശ്വാസികളോടും ലോകത്തോടും മുഴുവൻ കൂടുതൽ വ്യക്തമായി പ്രഖ്യാപിക്കുവാൻ പരിശ്രമിക്കുകയാണ്. ഇവിടെ കുദാശയാണ് സഭയെന്ന്, അടയാളമാണ് സഭയെന്ന്, മിശിഹായിൽ ദൈവത്തോടുള്ള ഗാഢമായ ഐക്യത്തിൻ്റെയും മനുഷ്യകുലം മുഴുവനോടുമുള്ള ഐക്യമത്യത്തിൻ്റെയും കുദാശയുടെയും അടയാളമാണ്. അപ്പോൾ യേശുവിനെ, ദൈവത്തെ അല്ലെങ്കിൽ സഭയെ മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുന്ന ആ ഒരു കുദാശ, ആ ഒരു അടയാളം ആയിട്ടാണ് ഇവിടെ സഭയെ കാണാനായിട്ട് സാധിക്കുക. അതോടൊപ്പം 9-ാമത്തെ നമ്പറിലും 49-ാം നമ്പറിലും അത് തന്നെ എടുത്തു പറയുകയാണ്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഗൗഡിയം എക്സ്പ്രസ് എന്ന് പറയുന്ന സഭ ആധുനിക യുഗത്തിൽ എന്ന പാസ്റ്ററൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 45-ാം നമ്പറിൽ പ്രകാരം പറഞ്ഞു വച്ചിരിക്കുകയാണ്: ദൈവജനത്തിന് തങ്ങളുടെ ഭൗമിക വിപ്രവാസത്തിൻ്റെ സമയത്ത് മനുഷ്യകുലത്തിന് നൽകുവാൻ കഴിയുന്ന എല്ലാ നന്മകളും നിർഗളിക്കുന്നത് സഭ മനുഷ്യരുടെ നേർക്കുള്ള ദൈവസ്നേഹത്തിൻ്റെ രഹസ്യം പ്രകടമാക്കുകയും അതോടൊപ്പം പ്രായോഗികമാക്കുകയും ചെയ്യുന്ന സാർവത്രിക രക്ഷയുടെ കുദാശ ആയതുകൊണ്ടാണ്. സഭ ലോകത്തെ സഹായിക്കുകയും ലോകത്തിൽ നിന്നും ഒത്തിരിയേറെ സഹായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പരസ്പരമുള്ള ഈ ഒരു ബന്ധം നമുക്കറിയാം. ലോകത്തിലാണ് സഭ, ലോകത്തിൽ നിന്നും സഭയ്ക്ക് ഒത്തിരിയേറെ നന്മകൾ ലഭിക്കുന്നുണ്ട്. അതിലും അധികമായി നന്മ ലോകത്തിനു വേണ്ടി ചെയ്യുവാൻ, ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ, ലോകത്തിലെ ജനതയെ മുഴുവൻ വിശുദ്ധീകരിക്കാനുള്ള വലിയൊരു ആശയം സഭയുടെ ഭാഗത്തുമുണ്ട്. അതാണിവിടെ പറയുക, ഇതിൻ്റെ അടയാളമായിട്ട് സാർവത്രിക രക്ഷയുടെ കുദാശയായതുകൊണ്ടാണ് എല്ലാവരെയും രക്ഷിക്കുവാനുള്ള, ഈ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കുവാനും രക്ഷിക്കുവാനുമുള്ള അടയാളമായിട്ട് നിൽക്കുന്നത് ഈ കത്തോലിക്ക സഭ അല്ലെങ്കിൽ തിരുസഭയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യം ഈ വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ, 2 പ്രമാണരേഖകളിൽ വളരെ വിശദമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സഭയൊരു കുദാശയാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട 1-ാമത്തെ കാര്യം, ക്രിസ്തു ദൈവത്തിൻ്റെ കുദാശയാകുന്നു. സഭ കുദാശയാകുന്നെന്ന് പറയുമ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ കുദാശയാണ് എന്നുള്ളൊരാശയം പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുസഭ ക്രിസ്തുവിൻ്റെ കുദാശയാകുന്നു. അപ്പോൾ ഈശോ ദൈവത്തിൻ്റെ കുദാശയാണ്, അതോടൊപ്പം തിരുസഭ ക്രിസ്തുവിൻ്റെ കുദാശയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു ദൈവത്തെ പൂർണ്ണമായും ഈ ലോകത്തിന് നമുക്കോരോരുത്തർക്കും വെളിപ്പെടുത്തി തന്നു. ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവ്, വചനം മനുഷ്യനായി മാംസമായി അവതരിച്ചതിലൂടെ, യേശുവിൻ്റെ ഈ ലോകത്തിലുള്ള പരസ്യ ജീവിതത്തിലൂടെ
ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാനും ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും മനുഷ്യകുലം മുഴുവനും സാധിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ അടുത്തറിയുവാനുള്ള അവസരമാണ് ഈശോയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുക, ദൈവത്തെ നേരിട്ടറിയാനുള്ള അവസരം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൂദാശയാണ് ഈശോ എന്ന് പറയുക. ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, പൂർണ്ണമായും വെളിപ്പെടുത്തി തരുന്നത് ക്രിസ്തുവാണ്. അതുപോലെ സഭ ക്രിസ്തുവിൻ്റെ കൂദാശയാകുന്നത് സഭയിൽ ക്രിസ്തുവിനെ പൂർണ്ണമായും കാണുവാനും കേൾക്കുവാനും തൊടുവാനും സാധിക്കുമ്പോഴാണ്. സഭ ക്രിസ്തുവിൻ്റെ കൂദാശ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഈ ലോകത്തിന് ഇന്ന് സഭയിലൂടെ കാണുവാനും സ്പർശിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, സഭയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, സഭ ജീവിക്കേണ്ടത്, സഭ ഈ ലോകത്തിൽ പ്രവർത്തിക്കേണ്ടത്. നമുക്കറിയാം, നമ്മളെക്കുറിച്ച് ഒത്തിരി നന്മകൾ പലരും പറയാറുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് തിന്മയും അല്ലെങ്കിൽ കുറ്റവും പറയാറുണ്ട്. പലപ്പോഴും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് പകരം സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാത്ത അവസരങ്ങളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ തീർച്ചയായും സഭ ക്രിസ്തുവിൻ്റെ കൂദാശയാകുന്നത് ഇന്ന് ഈ ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങൾ, അവിടുത്തെ കാരുണ്യ പ്രവർത്തനങ്ങൾ, അവിടുത്തെ സ്നേഹപ്രവർത്തനങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ സഭ ക്രിസ്തുവിൻ്റെ കൂദാശയാവുകയാണ്. അപ്പോൾ ഈശോ ദൈവത്തിൻ്റെ കൂദാശയാണ്, സഭ ക്രിസ്തുവിൻ്റെ കൂദാശയാണ്. ഈ രണ്ടാശയങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ പൂർണ്ണമായും നൽകുന്ന ഭൂമിയിലെ അടയാളമാവുകയാണ് സഭ. ക്രിസ്തുവിനെ പൂർണ്ണമായും നൽകാൻ മറ്റാർക്കും സാധ്യമല്ല. ഇനി പിതാവായ ദൈവം മനുഷ്യനായി യേശുവിനെ നമുക്ക് നൽകി. ഇന്ന് ദൈവത്തിന് വീണ്ടും അത് ചെയ്യുവാൻ സാധിക്കുക ഇന്നത്തെ സഭയിലൂടെയാണ്. ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, സഭയ്ക്ക് ബാഹ്യവും ആന്തരികവുമായ വശങ്ങളുണ്ട്. ഭൗതികമായ സഭ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ആന്തരികമായ ഒരർത്ഥവും കൂടി സഭയ്ക്കുണ്ട്. സഭയുടെ ഘടനാപരമായ വശങ്ങളിലൂടെയാണ് ആന്തരിക ജീവൻ പ്രകടമാകുന്നത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സഭയുടെ ഘടനാപരമായ സവിശേഷതകളിലൂടെ പ്രകടമാകേണ്ടത് വിശ്വാസം, ശരണം, ഉപവി. ഈ ദൈവിക പുണ്യങ്ങൾ സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ, സഭയുടെ സ്ട്രക്ചർ, ആ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ആ സ്ട്രക്ചർ, ഘടനാപരമായ സ്ട്രക്ചർ എന്ന് പറയുന്നത് വെറും ഒരു ഭാഗം മാത്രമല്ല. അതിന് ആത്മീയമായ, ആന്തരികമായ വലിയൊരു വശം കൂടി ഉണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കും. അപ്പോൾ ഈ ആശയം പ്രകടിപ്പിക്കുവാനാണ് സഭയെ ഒരു കൂദാശയായിട്ട് അവതരിപ്പിക്കുക. അവർ ഡള്ളേഴ്സ് ആ ഒരാശയം പറയുമ്പോൾ ഇത്രയും നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വീണ്ടും സഭയെക്കുറിച്ച് അവർ ഡള്ളേഴ്സ് പറയുക, സഭ സന്ദേശവാഹകയാവുന്നു. ഹെറാൾഡ്. ഹെറാൾഡ് എന്ന് പറഞ്ഞാൽ സന്ദേശവാഹക. മറ്റൊരാളുടെ, പ്രത്യേകിച്ച് രാജാക്കന്മാരുടെയൊക്കെ സന്ദേശവാഹകർക്കാണ് ഹെറാൾഡ് എന്ന് പറയുക. അപ്പോൾ യേശുവിൻ്റെ വചനങ്ങൾ, യേശുവിൻ്റെ ആശയങ്ങൾ ഇന്ന് ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന, ലോകത്തിന് നൽകുന്ന അത് സഭയിലൂടെയാണ്. ഈ സന്ദേശവാഹകയാണ് സഭ. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്, ലോകത്തിന് യേശുവിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹെറാൾഡ് എന്ന് പറയുമ്പോൾ ഈ മാതൃകയിലൂടെ സഭ ക്രിസ്തുവിൻ്റെ ഔദ്യോഗിക സന്ദേശവാഹകയാണ്. ക്രിസ്തുവിൻ്റെ വക്താവായിട്ട് ഇവിടെ നിൽക്കേണ്ടതാണ്. അതോടൊപ്പം വചനം മാംസം ധരിച്ച് ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവാകുന്ന വചനത്തെ കേന്ദ്രീകരിച്ച് ഈ മാതൃക അവതരിപ്പിക്കപ്പെടുന്നു. ഒരു കരിസ്മാറ്റിക് മോഡൽ എന്നും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് പറയും. അപ്പോൾ വചനത്തിലൂടെ യേശുവിൻ്റെ വചനങ്ങൾ ഈ സഭയ്ക്ക് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ഈ ജനം മുഴുവനും, ഈ ലോകം മുഴുവനും പറഞ്ഞു കൊടുക്കുവാനുള്ള, വ്യാഖ്യാനിക്കുവാനുള്ള സന്ദേശവാഹകരായിട്ടാണ് സഭയെ കാണുന്നത്. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഈ വചനപ്രഘോഷണമാണ്, ഈ മിഷൻ പ്രവർത്തനം. മറ്റുള്ളവരിലേക്ക്, യേശുവിനെ അറിയാത്തവരിലേക്ക് യേശുവിൻ്റെ വചനങ്ങൾ എത്തിച്ചുകൊണ്ട്, യേശുവിൻ്റെ ആശയങ്ങൾ എത്തിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുവാൻ, മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കണമെന്നുള്ളത്. അടുത്ത ആശയം അദ്ദേഹം പറയുക, ആവറി ഡള്ളേഴ്സിൻ്റെ 5ാമത്തെ ആശയം സഭ ശുശ്രൂഷകയാകുന്നു എന്നുള്ളത്.
അത് വളരെ പ്രധാനപ്പെട്ടതും മനോഹരവുമായിട്ടുള്ള ഒരാശയമാണ്. ചിലപ്പോഴെങ്കിലും സഭ മറന്നുപോകുന്ന ഒരാശയം, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകുന്ന ഒരാശയമാണ്. സഭയെന്ന് പറഞ്ഞാൽ ശുശ്രൂഷകയാണ്. രണ്ടാം വത്തിക്കാൻ സുനഹത്തിന് ശേഷം സഭയുടെ ശുശ്രൂഷ മനോഭാവത്തെയും അതോടൊപ്പം പ്രവർത്തനങ്ങളെയും കൂടുതൽ ശക്തമാക്കാനായിട്ട് മാർപ്പാപ്പമാരുടെ ആഹ്വാനങ്ങൾ, സഭാപിതാക്കന്മാരുടെയും മെത്രാന്മാരുടെയും ഒക്കെ ആഹ്വാനമുണ്ട്. എപ്പോഴും ശുശ്രൂഷയുടെ മനോഭാവം, യേശുവിൻ്റെ ആ വലിയ മനോഭാവം, ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി തീരുവാനുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, അനേകരെ ശുശ്രൂഷിക്കുവാനും അവരോട് കാരുണ്യം കാണിക്കുവാനും അവർക്ക് രക്ഷപ്രദാനം ചെയ്യുവാനുമാണ് എന്നുള്ള യേശുവിൻ്റെ വലിയ ആശയം. അപ്പോൾ 1960കളിൽ സഭ ഈ ലോകത്തെ സേവിക്കുവാൻ നിയോഗിക്കപ്പെട്ടവളാണെന്നുള്ള ദൈവശാസ്ത്ര ചിന്ത ശക്തമായി. അതിലുമധികമായി 1966 ബോസ്റ്റൺ രൂപതയുടെ മെത്രാനായിരുന്ന കാർഡിനൽ കുഷിംഗ് എന്ന് പറയുന്ന വ്യക്തി ദ സെർവൻറ്റ് ചർച്ച് എന്ന പേരിൽ ഒരു ഇടയലേഖനം എഴുതി. ദ സെർവൻറ്റ് ചർച്ച്, ദാസിയായ സഭ അല്ലെങ്കിൽ ദാസനായ സഭ, എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന സഭ. ഈ ഒരു ആശയം അധികാരത്തിൻ്റെയോ ധാർഷ്ട്യത്തിൻ്റെയോ ഒരു സഭയല്ല, പിന്നെയോ ശുശ്രൂഷയുടെ ഒരു സഭയാണ് ക്രിസ്തുവിൻ്റെ സഭയെന്ന് പറയുന്നത്. അത് അദ്ദേഹം ആ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചപ്പോൾ ഷെർദാൻ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ, ബോണോഫർ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ, ഇവരെല്ലാം ഈ ആശയത്തെ സപ്പോർട്ട് ചെയ്യുകയും ഒന്നുകൂടി അത് വിശദമാക്കുകയും ചെയ്ത വ്യക്തികളാണ്. സഭയ്ക്ക് മതേതര ലോകത്തോടുള്ള സ്ഥാനവും കടമയുമാണ് ഈ മാതൃക സൂചിപ്പിക്കുന്നത്. സത്യവും നീതിയും സ്നേഹവും സമാധാനവും അല്ലെങ്കിൽ കൂട്ടായ്മയും സൗഹൃദവും ഒക്കെ വർദ്ധിപ്പിക്കുവാനായിട്ട് സഭ നിരന്തരം പ്രവർത്തിക്കണമെന്നാണ് ആവറി ഡള്ളസ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതോടൊപ്പം ഈ ദൈവരാജ്യ സ്ഥാപനമാണ് അതിലൂടെ നടക്കുക. സത്യം, നീതി, സ്നേഹം, കാരുണ്യം, സൗഹൃദം, ഇതെല്ലാം സഭ ഊട്ടിയുറപ്പിക്കണം, അതിനായിട്ട് പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, മാനുഷികവും ദൈവികവുമായ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഈ ഭൂമിയിലെ ശുശ്രൂഷ സമൂഹമാണ് സഭ. ഈ ഭൂമിയിലെ ശുശ്രൂഷ സമൂഹമായി സഭ നിലകൊള്ളണമെന്ന് ആവറി ഡള്ളസ് വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്. വീണ്ടും ആറാമത്തെ ആശയം എന്ന് പറയുന്നത്, മോഡൽ എന്ന് പറയുന്നത്, സഭയുടെ മാതൃക എന്ന് പറയുന്നത് സഭ ശിഷ്യന്മാരുടെ സമൂഹമാകുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓഫ് ഡിസൈപ്പിൾസ്. ശിഷ്യന്മാരുടെ സമൂഹം, കൂട്ടായ്മ, അതാണ് സഭ. നമുക്കറിയാം 12 ശിഷ്യന്മാരിൽ ആരംഭിച്ചതാണ് ഈ സഭ. ആധുനിക കാലഘട്ടത്തിലും ഈ ചൈതന്യത്തിലേക്ക്, ഈ 12 ശിഷ്യന്മാരുടെ കൂട്ടായ്മയുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൻ്റെയും ആ മോഡല് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ആദ്യത്തെ ചാക്രിക ലേഖനത്തിൽ സഭ ശിഷ്യന്മാരുടെ സമൂഹമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റെംഡോറിസ് ഹോമിനിസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആശയമാണ് സഭ ശിഷ്യന്മാരുടെ സമൂഹമാണ്. ലോകത്തിൻ്റെ മുഴുവൻ വിശുദ്ധീകരണത്തിനായി ചെറിയ സമൂഹത്തെ ക്രിസ്തു തിരഞ്ഞെടുത്തു ഉയർത്തി. ഈ 12 പേരിലൂടെ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആശയം ഒന്നുകൂടി വിശദമായിട്ട് ആവറി ഡള്ളസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ ശിഷ്യത്വം ജീവിച്ചതുപോലെ ഇന്നത്തെ സഭാവിശ്വാസികൾ ഈ ലോകത്തിന് സാക്ഷികളായി, ശിഷ്യത്വത്തിന് സാക്ഷികളായി ജീവിക്കണം, ക്രിസ്തുവിന് സാക്ഷികളായിട്ട് ജീവിക്കണമെന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതോടൊപ്പം ഇങ്ങനെയുള്ള സഭയുടെ ഏകത്വം എന്ന് പറയുന്നത് ഭൗതികമായ ഐക്യത്തെക്കാൾ ഉപരി ആന്തരികമായ ഉപവിപ്രവർത്തനങ്ങളിൽ ഊന്നിയ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയാണ്. സഭ പരിശുദ്ധയാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക, ആളുകൾ തമ്മിലുള്ള, സഭാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, ആഴമേറിയ ബന്ധത്തിൽ നിന്നുളവാകുന്ന വിശുദ്ധിയാണ് അർത്ഥമാക്കുന്നത്. സഭയുടെ സാർവത്രികത എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതും അനേകം പേരുടെ അംഗത്വവും സ്വന്തമായുള്ള സഭ ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും തന്നിലേക്ക്, ഈ ലോകം മുഴുവനും ശുശ്രൂഷ ചെയ്യുവാനുള്ള കടമ നമുക്കറിയാം. നമ്മുടെ സാമൂഹിക പ്രവർത്തന രംഗങ്ങളിൽ നമ്മൾ നാനാജാതി മതസ്ഥരെ നമ്മളുടെ ശുശ്രൂഷയുടെ ഭാഗമാക്കാറുണ്ട്. നമ്മൾ നടത്തുന്ന സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, അനാഥാലയങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം എല്ലാവർക്കും വേണ്ടിയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ മതസ്ഥരെയും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ്. ആ ഒരർത്ഥം നമ്മളുടെ ഈ സാർവത്രിക സഭ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരെയും ശുശ്രൂഷിക്കുക, എല്ലാവരെയും വിശുദ്ധീകരിക്കുക. അപ്പസ്തോലികമായ സഭയെന്ന് പറയുമ്പോൾ
ഈ മാതൃക ഉപദേശിക്കുന്നത് പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയേക്കാൾ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സാന്നിധ്യം, ആദിമസഭയിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് സഭയെ നയിക്കുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ശിഷ്യത്വത്തിൻ്റെയും വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലുള്ള മൂല്യങ്ങളിലേക്ക് സഭയുടെ പരമ്പരാഗതമായ സവിശേഷതകളെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഈ ആശയത്തിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുക. ഇങ്ങനെ ഈ 5-6 മോഡലുകൾ പറഞ്ഞുകൊണ്ട്, സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് സഭയെ, ക്രിസ്തുവിൻ്റെ സഭയെ ഇന്നൊന്നുകൂടി വിശദമാക്കുവാൻ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ട് ആവറി ഡള്ളസ് പരിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ സഭയ്ക്ക്, ദൈവശാസ്ത്രത്തിന്, സഭാവിജ്ഞാനീയത്തിന് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.